ഈ കുട്ടികളുടെ ഉള്ളില് ഭൂതദയ വളർത്തുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള ചരാചരങ്ങൾക്കും കൂടി ഉള്ളതാണ് ഭക്ഷണം എന്ന് കുട്ടി അറിയാതെ തന്നെ കുട്ടി പഠിക്കുക. പശുവിന് പഴം നമ്മൾ കഴിച്ചിട്ട് തൊലി പശുവിന് കൊടുക്കുക. അതുപോലെ നമ്മളുടെ വീട്ടില് ബാക്കി വരുന്ന ഈ കാടിവെള്ളം, പിന്നെ കഞ്ഞിവെള്ളം, അതെല്ലാം പശുവിന് കൊണ്ടുപോയി കൊടുക്കുക. ഈ പ്രോസസ്സെല്ലാം നടക്കുമ്പോൾ ഈ കുട്ടിയെയും കൂട്ടിയിട്ടാണ് വീട്ടിലെ കാരണവരോ വോയവറിറ്റീസ് അവർ പോകുന്നത്. എൻ്റെ വീട്ടിൽ ഞാനൊക്കെ വളർന്നാണ് ഞങ്ങൾക്ക് 2 പശു ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കഴിക്കുന്ന പഴത്തിൻ്റെയൊക്കെ തൊലി കൂട്ടി വെക്കും. എന്നിട്ട് ഞങ്ങൾ കുട്ടികളാണ് കൊണ്ടുപോയി പശുവിനും കിടാവിനും കൊടുക്കുന്നത്. രാവിലെ കുട്ടി എണീച്ചു കഴിഞ്ഞാൽ വീട്ടിലെ മുതിർന്ന അപ്പൂപ്പനോ അമ്മൂമ്മയോ കുട്ടിയും കൊണ്ട് മുറ്റത്തിരിക്കും. എന്നിട്ട് മുറ്റത്ത് അരിയോ നെല്ലോ ഒക്കെ വീശി അവിടെ കാക്കകളും പ്രാവും ഒക്കെ വന്നിട്ട് കൊത്തി തിന്നും. അത് കണ്ട് കുട്ടിക്ക് ഹാപ്പിനെസ് ആണ് ഇവരിങ്ങനെ കൊത്തി തിന്നുന്ന കാണുമ്പോൾ. അപ്പൊ പാടുന്ന ഒരു പാട്ടാണ് പവാന്തോ അവാന്തോ ഏയാരി അങ്കൽ പുത്താലെ അങ്ങണാത്തു കേളാരി പവാഞ്ചി ചോഞ്ചി ഗല്ലിൽ വോരവീഞ്ചി ഏകു വോരോ ഊണ് ജല്ലോ പാർവ ബൗഡോ ഉബ്ബുൻ യെല്ലോ അവാന്തോ പവാന്തോ ഏയാരി അങ്കൽ പുത്താലെ അങ്ങണാത്തു കേളാരി. ആവു എന്ന് പറഞ്ഞാല് പ്രാവിന് വിളിക്കുന്ന ഒരു ഓമന പേരാണ്. കുട്ടികളെ വിളിക്കുമ്പോൾ ആവു എന്ന് പറയും. ആവുവിനെ വിളിക്കുകയാണ്. അങ്കൽ പുത്താലെ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിന്റെ മുറ്റത്ത് കളിച്ചോളൂ നിങ്ങള്. പവാഞ്ചി ചോഞ്ചി പ്രാവിന്റെ ചുണ്ട് കൊക്ക് കൊണ്ട് ഗല്ലിൽ കുറോ വിഞ്ചി നമ്മുടെ കുഞ്ഞി എറിഞ്ഞു കൊടുത്ത നെല്ല് പെറുക്കി തിന്നോളൂ. അതിനകത്തപ്പം പ്രാവും ഭയങ്കര ചൂസിയാണ്. കുഞ്ഞി എറിഞ്ഞു കൊടുത്തപ്പം ഒരു നെല്ല് കുറഞ്ഞു പോയി. ഏക്കു ഓറോ ഊണജല്ലോ, ഒരു നെല്ല് കുറഞ്ഞു പോയി. അപ്പൊ ദേഷ്യം വന്നിട്ട് പ്രാവ് പറന്നു പോയി എന്നാണ് പറയുന്നത്.